ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്ററായി ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ചെയ്യുന്ന പടം ടൂറിസ്റ്റ് ഫാമിലി. ഇതിൻ്റെ റിവ്യൂലോട്ടാണ്. ഹാഹാ, എന്ത് നല്ല പടം! ഇത് പടം കണ്ടു കഴിഞ്ഞിട്ട് മനസ്സിനൊരു കുളിമയും കിട്ടി. അത്രയ്ക്കും കിടിലൻ പടം. ഇത് റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡയറക്ടറെ ഒന്ന് പരിചയപ്പെടുത്താം. പുള്ളിയുടെ ആദ്യത്തെ പടമാണ്. പക്ഷേ ഇത് ആദ്യത്തെയാണെന്ന് തോന്നുന്നില്ല. പുള്ളിയെ ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ പടം നല്ല റെസ്പോൺസൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഈ ടൂറിസ്റ്റ് ഫാമിലിയുടെ ഡയറക്ടറെ പറ്റി. അപ്പോൾ ഇത് പുള്ളി ഇതുപോലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവാൻ വേണ്ടി കുറേ പേരുടെ മുന്നിൽ പോയി, ആരും കൂട്ടിയില്ല. പിന്നെ ഒരു പടം എടുത്ത് വിജയിപ്പിച്ച് കാണിച്ച് അങ്ങനെ പുള്ളിയുടെ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് അഭിഷാൻ ജീവിന്ദ്, ഡയറക്ടർ റൈറ്റർ, കിടിലൻ. പുള്ളിക്ക് ഇതിനോടുള്ള ഒരു ഇഷ്ടം എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു പടം കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ പുള്ളിയെ ഞാനും ഡെബ്യൂട്ട് ചെയ്യുന്നു. പുള്ളിയുടെ ആദ്യത്തെ സിനിമയല്ലയോ, അപ്പോൾ ഞാനും ഡെബ്യൂട്ട് ചെയ്യുന്നു. വെൽക്കം ടു സൗത്ത് ഇന്ത്യൻ മൂവീസ്. ഡീറ്റെയിൽ റിവ്യൂലോട്ട് പോകുകയാണെങ്കിൽ ശ്രീലങ്കയിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് കുടിയേറി പറക്കുന്ന ഒരു ഫാമിലി. അതിനകത്തുള്ളതാണ് ശശികുമാർ, ഭാര്യയായിട്ട് വന്നിരിക്കുന്നത് സിമ്രാൻ, പിന്നെ 2 പിള്ളേർ, മിഥുൻ ജയ്ശങ്കർ ചെയ്യുന്ന ഒരു ക്യാരക്ടർ, ഇളയ പയ്യനാണ് ഇതിനകത്തെ മാൻ ഓഫ് ദ മാച്ച് എന്ന് പറയുന്നത്. അപ്പം ആ പയ്യൻ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ തങ്ങൊക്കെ അടിക്കുന്നത് കിടിലൻ. പയ്യൻ്റെ പേര് കമലേഷ് ജഗൻ. കിടിലനാക്കിയിട്ടുണ്ട്. കാരണം തുടക്കം തന്നെ ഒരു ഡയലോഗിൽ തന്നെ നമ്മളെ വീഴ്ത്തും, ആ ഒരു സിനിമയിലോട്ട് വീഴ്ത്തും. ഞാൻ ഈ പടം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ 10 മിനിറ്റ് എങ്ങാണ്ടുണ്ട് ഈ പടം. പക്ഷേ ഒരു സീനിൽ പോലും ബോറിംഗ് ഇല്ല, ലാഗിങ് ഇല്ല, ഒന്നുമില്ല. തീർന്നത് അറിഞ്ഞത് പോലും ഇല്ല. അത്രയ്ക്ക് പെർഫോമൻസ് ബേസിൽ എല്ലാം എന്നുവെച്ചാൽ ആ ശശികുമാർ എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു അച്ഛൻ്റെ ആ ഒരു ക്യാരക്ടർ, ആ ഫാമിലി മാൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കിടിലനാക്കി ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടർ. അതുപോലെ സിമ്രാനും. പിന്നെ ഇവർ തമിഴ്നാട്ടിലോട്ട് വരുക, ഒരു കോളനിയിലോട്ട് താമസമാകുന്നു. പിന്നെ ആ കോളനിയിൽ കുറേ പേരുമായിട്ടുള്ള സൗഹൃദം കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഈ ഒരു ഇമോഷനിൽ വെച്ച് നല്ല രീതിയിൽ കണക്റ്റ് ആകും. ഒരു വയസ്സായ 2 പേരുടെ ഒരു ഇമോഷൻ കാണിക്കുന്നുണ്ട്. അവരുടെ ഇഷ്ടത്തിൻ്റെ ആഴം അത്രയും രീതി കാണിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ടച്ച് ചെയ്യും. എന്തിനാണ് ചുമ്മാതെ ഈ ഇമോഷനൊക്കെ പറഞ്ഞുകൊണ്ട് ഗ്ലിസറിൻ തേച്ച് കണ്ണൊലിപ്പിച്ച് കാണിക്കുന്നത്? ഇതൊക്കെ നമുക്ക് ടച്ച് ആവും. ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഡയറക്ടർ അഭിഷാൻ ജീവിന്ദ്, പുള്ളിക്ക് അത്രയും ഒരു പാഷൻ ഈ സിനിമയ്ക്കകത്ത് ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ആ ഒരു സിനിമയെ കാണിക്കുന്ന ആ ഇമോഷൻ നമുക്ക് പ്രേക്ഷകരിലോട്ട് എത്തിക്കണമെങ്കിൽ അത് അത്ര വലിയ പാടുള്ളൊരു കാര്യമാണ്. പക്ഷേ അത് പുള്ളിക്കാരൻ കിടിലിനായിട്ട് അത് കാണിച്ചു തന്ന് നമുക്ക് ഇതൊരു ചെറിയ സിനിമയാണ്. നമുക്ക് മറ്റേ ബിഗ് ബഡ്ജറ്റ് ലോകേഷിൻ്റെ കൂട്ടോ നെൽസൻ്റെ കൂട്ടൊന്നും ബിഗ് ബഡ്ജറ്റ് പടമൊന്നുമില്ല. ഇതൊരു ചെറിയ പടം, ചെറിയ ഒരു ആൾക്കാരുടെ ഒരു കൊച്ചു പടം. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരുന്നു. പിന്നെ ഇതിനകത്ത് യോഗി ബാബു വരുന്നുണ്ട്, സിമ്രാൻ്റെ ചേട്ടനായിട്ട്. പിള്ളേരുടെ മാമ MS ഭാസ്കർ പഴയ കോമഡിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളി ഇതിനകത്ത് നല്ല സീരിയസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് കിടില്ല. പുള്ളിയുടെ സീനൊക്കെ പുള്ളി കിടുവാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ യോഗി ബാബു ഒക്കെ കുറച്ച് നേരമേ ഉള്ളൂ. പുള്ളിക്കാരനും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. യോഗി ബാബുവിനെ മാറ്റി നിർത്തി ആ പയ്യൻ്റെ പേര് കമലേഷ് ജഗൻ. ആ കിടു പയ്യൻ. ആ യോഗി ബാബുവിനെ പിടിച്ച് മാറ്റി നിർത്തിയിട്ട് പുള്ളി എന്ന് പറഞ്ഞാൽ ആ പയ്യനാണ് ഇത് സ്കോർ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് തെറിയുടെ ഡയലോഗൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. മറ്റേ വിജയാണ് മലയാളം പറയുന്ന ഒരു സീനുണ്ടല്ലോ തെറിയില്ല, അതൊക്കെ ആ പയ്യൻ പറയുന്നുണ്ട്. അത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊരു കോമഡി ആയിട്ടും തോന്നും. പക്ഷേ കൊള്ളാം. പുള്ളി സിറ്റുവേഷൻ അനുസരിച്ച് ഡയലോഗ് പറയുന്നതും എല്ലാം നല്ലതായിട്ടുണ്ട്. മിഥുൻ ജയ്ശങ്കറിൻ്റെ പെയറിംഗ് ആയിട്ട് വന്ന ആ പെൺകൊച്ച് യോഗി ലക്ഷ്മി, നല്ല എന്നുവെച്ചാൽ അവർ തമ്മിൽ ചേരും. നല്ല രീതിയിൽ കാസ്റ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡയറക്ടർ അഭിഷാൻ ജീവന്ത് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ എന്തുമായാലും കണ്ട് തന്നെ മനസ്സിലാക്കുക. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു ഇമോഷൻ കഥയൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കിടിലനാക്കിയിട്ടുണ്ട്. രമേശ് തിലക് ഒരു റോൾ ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സിനകത്ത് തമിഴ് മരിക്കുന്ന ഒരു തമിഴനുണ്ടല്ലോ, ആ പുള്ളി ഒരു റോൾ ചെയ്തിട്ടുണ്ട്. അതും കിടിലനാക്കിയിട്ടുണ്ട്. ഒരു കോൺസെപ്റ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നല്ലതായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പടം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത് സീൻ റോൾഡെ, അതായത് ഓരോ ഇമോഷൻ സോങ് ഒക്കെ ഉണ്ട്. അതൊക്കെ കിടിലനാക്കിയിട്ടുണ്ട്. നമുക്കും അതിനകത്ത് സീൻ കാണിച്ചുകൊണ്ട് തന്നെയാണ് സോങ് പോയേക്കുന്നത്. പക്ഷേ അതൊക്കെ നമുക്ക് ഫീൽ ആവും. അപ്പോൾ ടോട്ടലി ഫുള്ളെന്ന് പറഞ്ഞാൽ ഈ ഒരു പടം കണ്ട് നമുക്കൊരു കുളിർമ തോന്നും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ലൊരു സിനിമ കണ്ട ഒരു ഫീലിംഗ് കിട്ടി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത്.